ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC പാഠശാല. രഞ്ജിത്ത് ഹിയർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് യോഗ്യതയായി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി PSC പുതുക്കി നിർണ്ണയിച്ചിട്ടുള്ള സിലബസിലെ ജനറൽ സയൻസ് വിഭാഗത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ കോശത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ വളരെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ലെസനാണ്. SCRT ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഒബ്ജക്റ്റ് ഓറിയന്റഡ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് കോശത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് റോബർട്ട് ഹുക്ക് എന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കോശത്തെ കണ്ടെത്തുന്നത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെയാണ് അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചത്. ഈ സെൽ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. സ്മോൾ റൂം അഥവാ ചെറിയ മുറി എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണത്. സോ അദ്ദേഹമാണ് ആദ്യമായിട്ട് സെൽ നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കോശത്തെ കണ്ടെത്തുന്നത് റോബർട്ട് ഹുക്കാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും അത് കണ്ടെത്തിയ റോബർട്ട് ഹുക്ക് തന്നെയാണ് സൈറ്റോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതും അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നതും യഥാർത്ഥത്തിൽ മൈക്രോഗ്രാഫിയ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ്. സോ അങ്ങനെയാണ് കോശത്തിന്റെ കണ്ടുപിടുത്തം നടക്കുന്നത്. അതിന് ശേഷം വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നാഴികക്കല്ലുകളിലേക്ക് കടക്കാം. അതായത് കോശ വിജ്ഞാനീയ ചരിത്രത്തിലെ ചില നാഴികക്കല്ലുകളിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം ഓർത്തിരിക്കേണ്ടത് റോബർട്ട് ബ്രൗൺ എന്ന പേരാണ്. അദ്ദേഹമാണ് കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. ഓക്കെ, കോശകേന്ദ്രം റോബർട്ട് ബ്രൗൺ കണ്ടെത്തുന്നു. അതിനുശേഷം വന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടുപിടുത്തങ്ങളാണ്. ഒന്ന്, MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നു. ഇനി അടുത്തതായിട്ട് തിയോഡർ ഷ്വാനാണ്. അദ്ദേഹം ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നു. സോ ചുരുക്കത്തിൽ സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുശരീരവും ഇത്തരത്തിൽ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് യഥാക്രമം MJ ഷ്ലീഡനും അതുപോലെ തിയോഡർ ഷ്വാനുമാണ്. ഓക്കെ, ഇനി അതിനുശേഷം വന്ന ഒരു ഡെവലപ്മെന്റ് ആണ് റുഡോൾഫ് വിർഷോയുടെ ഒരു നിരീക്ഷണം. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവുന്നത്. അതായത് നമ്മൾക്കറിയാം, ഒരു ജീവിയുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വികാസം എന്ന് പറയുന്നത് കോശങ്ങളുടെ വിഭജനത്തിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. സോ അങ്ങനെ വിഭജിക്കുന്ന കോശങ്ങളെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ പേരും ഓർത്തു വെക്കുക. സോ ഈ 5 പേരുകളാണ് യഥാർത്ഥത്തിൽ കോശത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കോശ സിദ്ധാന്തം. അതായത് ഇങ്ങനെയുള്ള കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് തന്നെയാണ് MJ ഷ്ലീഡനും അതുപോലെ തിയോഡർ ഷ്വാനും ചേർന്ന് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി രൂപീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, അവരാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നും കണ്ടെത്തിയത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ കോശ സിദ്ധാന്തത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. അതായത് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് എന്നുള്ളതാണ് അത് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ജീവികളുടെ ഘടനാപരവും അതുപോലെ തന്നെ ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ഓക്കെ, അതും ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. സോ ഒരു ജീവിവർഗത്തെ അല്ലെങ്കിൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ജീവധർമ്മപരമായിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ് യഥാർത്ഥത്തിൽ സെൽ അഥവാ കോശം. അത് വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. സോ അങ്ങനെ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു പുതിയ കോശങ്ങളുടെ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവുന്നത് എന്ന്, അല്ലെങ്കിൽ കോശ വിഭജനം എന്ന ഒരു കാര്യം. സോ അത് കണ്ടെത്തിയ റുഡോൾഫ് വിർഷോ ആണ് യഥാർത്ഥത്തിൽ കോശ സിദ്ധാന്തം പരിഷ്കരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ പേരും ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. സോ ഇതാണ് കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. ഇനി അടുത്തതായിട്ട് കോശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക, അതായത് ഫോറിൻ പാർട്ടിക്കിൾസിന്റെ എൻട്രി തടയുക എന്നുള്ളതാണ്. അത് കോശത്തിന്റെ ഒരു ധർമ്മമാണ്. ഇനി രണ്ടാമതായി ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു എന്നുള്ളതും കോശത്തിന്റെ ധർമ്മമാണ്. ഇനി ഫൈനലി പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നതും കോശത്തിന്റെ ജീവധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇങ്ങനെ ധർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ അതിന് വേണ്ട ചില ഘടകങ്ങൾ കോശത്തിൽ ആവശ്യമാണ്. അതാണ് ഈ ഒരു പിക്ചറിലൂടെ നമ്മൾ നൽകിയിരിക്കുന്നത്. ഇത് സസ്യകോശത്തിന്റെ ഒരു പരിച്ഛേദമാണ്. നോക്കുക, സ്കൂൾ ലെവലിൽ സയൻസ് പഠിക്കുന്നത് പോലെ ഇത്തരത്തിൽ എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ ആ അപ്രോച്ച് ഒരിക്കലും സ്വീകരിക്കരുത്. ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ നൽകുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു പിക്ചർ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, എനിവേ സസ്യകോശത്തിന്റെ ഒരു പരിച്ഛേദം നൽകിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഏറ്റവും പുറത്തായിട്ട് കോശഭിത്തിയുണ്ട്. അതായത് ഈ കോശത്തെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ രീതിയിൽ കോശഭിത്തിയുണ്ട്. അതിനുള്ളിലായിട്ടുള്ള ഈ ആവരണമാണ്
കോശസ്തരം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ ഉള്ളിലുള്ള ഈ വസ്തുതകളെ കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം ഓർത്തിരിക്കണം, ജീവദ്രവ്യവും കോശദ്രവ്യവും ഈ രണ്ട് ടേമുകൾ കൺഫ്യൂഷൻ ഒരിക്കലും വരരുത്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതായത് ഇവിടെ കോശസ്തരം നൽകിയിട്ടുണ്ട്. ഈ കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം എന്ന് പറയുന്നത്. ഇനി ഈ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഒരു ഓർഗനലായിട്ട് മർമ്മം കാണാനായിട്ട് സാധിക്കും, ഈ ഒരു റീജിയൻ. ഓക്കെ, ഇത് ഒഴികെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഇനി ഈ കോശദ്രവ്യത്തിൽ തന്നെ വിവിധ ഓർഗനൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഹരിതകണം, ഗോൾഗി കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള വസ്തുതകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവയാണ് യഥാർത്ഥത്തിൽ നോക്കാം, ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഈ ഘടകങ്ങളെയാണ് നമ്മൾ കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെയുള്ള റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ തന്നെ ഹരിതഗണം, ഗോൾഗി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയോൺ ഇവയെല്ലാം തന്നെ സെൽ ഓർഗനൽസ് ആണ്, അല്ലെങ്കിൽ കോശാംഗങ്ങളാണ്. സോ സ്വാഭാവികമായിട്ടും അവയ്ക്ക് അവയുടേതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട്. അവ എന്താണ് എന്നുകൂടി നമ്മൾക്ക് നോക്കാം. ആദ്യമായിട്ട് മൈറ്റോകോൺട്രിയോണിനെ കുറിച്ചാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയോൺ കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഓർത്തു വെക്കണം, PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യവുമാണ്. എനിവേ, ഇത് കോശത്തിലെ ഊർജ്ജ നിലയമാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമായി തന്നെ അത് ഓർത്തു വെക്കുക. ഇവിടെ 1-2 പോയിന്റുകൾ കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് ഓക്സിജനെയും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളെയും ഒക്കെ ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു കോശാംഗമാണ് മൈറ്റോകോൺട്രിയ എന്നത്. ഇനി മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ഓക്കെ, ATP എന്നുള്ളത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. കോശത്തിലെ എനർജി കറൻസി എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് ATP എന്നത്. അതിന്റെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസുമാണ് ATPയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു കാര്യവും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. സോ ബേസിക്കലി മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. അതായത് ഊർജ്ജ നിലയം അല്ലെങ്കിൽ ഊർജ്ജ നിർമ്മാണവും സംഭരണവുമാണ് പ്രധാനപ്പെട്ട ധർമ്മം. അങ്ങനെ സംഭരിക്കപ്പെടുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ATP തന്മാത്രകളാണ് കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. ATPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓക്കെ, ഇത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. അല്ലെങ്കിൽ സഞ്ചാരപാത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഈ ഒരു സെൽ ഓർഗനിലൂടെയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ഒരു റെപ്രസെന്റേഷനിൽ തന്നെ കാണാം. ഈ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്, പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ കോശത്തിന് ദൃഢതയും ആകൃതിയും ഒക്കെ നൽകുന്നതും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോശാസ്ഥികൂടം എന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പറയുന്നത്. ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി മൈറ്റോകോൺട്രിയനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ് എന്ന്. അതുപോലെ തന്നെ കോശ ശ്വസനം, അതുപോലെ ATPയുടെ ഈ സംശ്ലേഷണം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതും മൈറ്റോകോൺട്രിയയിൽ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും മൈറ്റോകോൺട്രിയ തന്നെയാണ്. ഓക്കെ, ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് ഫേനത്തെക്കുറിച്ചാണ്, വാക്യൂൾസ്. ഇത് ടോണോപ്ലാസ്റ്റ് എന്ന ഒരു സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട് കാണപ്പെടുന്ന ഒന്നാണ്. പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് ജലം, ലവണങ്ങൾ, അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫേനം അഥവാ വാക്യൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഇനി അടുത്തതായിട്ട് ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗോൾഗി കോംപ്ലക്സ് എന്നത് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. അത്തരത്തിലുള്ള ഒരു സെൽ ഓർഗനലാണ് ഗോൾഗി കോംപ്ലക്സ് എന്നത്. സ്വാഭാവികമായിട്ടും ഹോർമോണുകൾ, രാസാഗ്നികൾ ഇവയൊക്കെ കാണുമ്പോൾ തന്നെ ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. ഗ്രന്ഥി കോശങ്ങളിലാണ് ഏറ്റവും അധികമായിട്ട് ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുക. അതുപോലെ തന്നെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് നമ്മൾ മൈറ്റോകോൺട്രിയനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്, ഊർജ്ജ ആവശ്യം ഏറ്റവും കൂടുതലുള്ള കരൾ, തലച്ചോറ്, അതുപോലെ തന്നെ പേശികൾ, ഇത്തരത്തിലുള്ള കോശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് മൈറ്റോകോൺട്രിയോൺ കാണപ്പെടുക. ഗോൾഗി കോംപ്ലക്സ് യഥാർത്ഥത്തിൽ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ്. അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് റൈബോസോമാണ്.
റൈബോസോം എന്നത് യഥാർത്ഥത്തിൽ കോശത്തിലെ മാംസ്യ നിർമ്മാണത്തിന്റെ കേന്ദ്രമാണ്. ഒന്നുകിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി അങ്ങനെയാണ് റൈബോസോം കാണപ്പെടുക. ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണത്തിന്റെ കേന്ദ്രമാണ് റൈബോസോം. ഓക്കെ, ഇനി അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് കോശത്തിലെ മർമ്മം അഥവാ ന്യൂക്ലിയസിനെ കുറിച്ചാണ്. സോ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. നമ്മൾ പറഞ്ഞു വിവിധ ജീവൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നത് കോശത്തിലെ വിവിധ സെൽ ഓർഗനൽസ് ആണ്. സോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കേന്ദ്രം കോശത്തിന് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോശ മസ്തിഷ്കം എന്നൊക്കെ പറയുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. ഇനി ന്യൂക്ലിയസിന്റെ ഒരു ഘടനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, സോ കോശത്തിന്റെ ഘടനയോട് സാമ്യമുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ന്യൂക്ലിയസിന്റെ ഘടനയുമുള്ളത്. നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അതായത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഇത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൽ യഥാർത്ഥത്തിൽ ചില സുഷിരങ്ങളുണ്ട്. അതായത് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്നറിയപ്പെടുന്ന ചില സുഷിരങ്ങളുണ്ട്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ന്യൂക്ലിയർ പോർസ് ഉള്ളത്. ഇനി അതിനുള്ളിലായിട്ട് യഥാർത്ഥത്തിൽ മർമ്മദ്രവ്യം കാണപ്പെടുന്നു. അതായത് ന്യൂക്ലിയോപ്ലാസം കാണപ്പെടുന്നു. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണത്. നമ്മൾ ഓൾറെഡി കോശദ്രവ്യത്തെക്കുറിച്ച് പറഞ്ഞു. സോ അതുപോലെ തന്നെ മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം എന്നറിയപ്പെടുന്നത്. ഈ സെന്റർ പോയിന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മർമ്മത്തിന്റെ ഉള്ളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ്. ഇതാണ് നമ്മൾ മർമ്മകം അഥവാ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഈ ഒരു സെന്റർ പോയിന്റ് ആണ് ഇത്തരത്തിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം. ഇനി ഈ ഒരു മർമ്മദ്രവ്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലക്കണ്ണികൾ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇതാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് നമ്മൾ പറയുന്നത്. ഈ പോർഷനിലാണ് യഥാർത്ഥത്തിൽ ജീനുകളെ ഉൾക്കൊള്ളുന്നത്. ആ ഒരു കാര്യവും വളരെ വ്യക്തമായി തന്നെ ഓർത്തുവെക്കുക. സോ മർമ്മത്തിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2 പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രോകാരിയോട്ടുകൾ, മറ്റൊന്ന് യൂകാരിയോട്ടുകൾ. ഇങ്ങനെ നമ്മൾക്ക് ജീവി വിഭാഗത്തെ ഇത്തരത്തിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. ബാക്ടീരിയ, അതുപോലെ തന്നെ സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികളാണ് പ്രോകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് കമ്പാരിറ്റീവ്ലി ലഘുഘടനയുള്ള ജീവി വിഭാഗമാണ്. ഇവയിൽ മർമ്മം കാണുന്നില്ല. അതായത് ഇവയുടെ കോശങ്ങളിൽ മർമ്മം ഉണ്ടാവുകയില്ല. ഇത്തരം ജീവി വിഭാഗമാണ് പ്രോകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അമീബ, അതുപോലെ തന്നെ ജന്തുക്കൾ, സസ്യങ്ങൾ ഇങ്ങനെ ഘടനാപരമായിട്ട് കുറച്ചുകൂടി വികാസം പ്രാപിച്ച വിഭാഗം. ഇവയുടെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വളരെ വ്യക്തമായിട്ടുള്ള മർമ്മം കാണപ്പെടുന്നു. ഇത്തരം ജീവികളാണ് യൂകാരിയോട്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ 2 ടേമുകളും വളരെ വ്യക്തമായി തന്നെ ഓർത്തുവെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് സസ്യകോശവുമായി ബന്ധപ്പെട്ട് മാത്രം ഓർത്തിരിക്കേണ്ട ചില വസ്തുതകളാണ്. അതായത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യവുമായിരിക്കാം. അതായത് ഈ ജൈവ കണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് തന്നെ 3 തരമുണ്ട്. ഒന്ന് വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, സോ ഇതിന്റെ പേരുകളിൽ നിന്ന് തന്നെ അതിന്റെ ധർമ്മവും അത് കാണപ്പെടുന്ന രീതിയും ഒക്കെ വളരെ വ്യക്തമാണ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വർണ്ണകണം എന്ന് പറയുന്നത് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൂക്കൾ, ഫലങ്ങൾ ഇവയ്ക്കൊക്കെ നിറം നൽകുന്ന ഒന്നാണ്. ഈ വർണ്ണകണങ്ങളിൽ തന്നെ ഓരോ നിറത്തിനും കാരണമാകുന്ന ആ പിഗ്മെന്റ് അല്ലെങ്കിൽ കണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിരിക്കണം. സാന്തോഫിലാണ് മഞ്ഞ നിറത്തിന് കാരണമാവുന്നത്. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് എന്ന് ഓർത്ത് വെക്കുക, അതിന് കാരണമാവുന്നു. അതുപോലെ തന്നെ ആന്തോസൈനിനാണ് ചുവപ്പ്, പർപ്പിൾ തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമാവുന്നത്. അത്തരത്തിലുള്ള സസ്യ ഭാഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഓർത്താൽ ലഭിക്കുന്നതാണ്. ഈ ഒരു പിക്ചറിലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ ലഭിക്കുന്നത്. ആ ഒരു കാര്യവും ഓർത്തു വെക്കുക. ഇനി ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രത്യേക നിറം ഇല്ലാത്ത ജൈവകണങ്ങളാണ്. ആ ഒരു വസ്തുതയും ഓർത്തു വെക്കുക. പ്രധാനമായിട്ടും ആഹാര വസ്തുക്കളുടെയൊക്കെ സംഭരണം നടക്കുന്ന കോശങ്ങൾ, അത്തരത്തിലുള്ള കോശഭാഗങ്ങളിലാണ് ശ്വേതകണങ്ങൾ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുക. ഇനി ഫലങ്ങളുടെയൊക്കെ നിറമാറ്റത്തെക്കുറിച്ച് നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളുടെ ഈ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അത്തരത്തിലാണ് അങ്ങനെ നിറമാറ്റവും അതുപോലെ തന്നെ രുചിമാറ്റവും ഒക്കെ സംഭവിക്കുന്നത്. ആ ഒരു കാര്യവും ഒരു പോയിന്റായിട്ട് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് വൺ ഇവിടെ നൽകിയിരിക്കുന്നത് ജന്തുകോശത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ഇവിടെയും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോശഭിത്തി കാണാനായിട്ട് സാധിക്കുകയില്ല.
സോ ജന്തുകോശത്തിൽ കോശഭിത്തി ആബ്സെന്റ് ആണ്. അതിന് പകരമായിട്ട് ഈ ഒരു കോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഇരട്ട സ്ഥലം അല്ലെങ്കിൽ ഒരു കോശസ്ഥരം തന്നെയാണ്. കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശങ്ങളിലാണ്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുലോസ് എന്ന പദാർത്ഥത്തിനാലാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ റിജിഡായിട്ട് സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നത്. എന്നാൽ കോശസ്ഥരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്. ജന്തുകോശത്തിൽ കോശഭിത്തി ഉണ്ടാവുകയില്ല, പകരം കോശസ്ഥരം മാത്രമാണ് കാണാൻ സാധിക്കുക. മറ്റൊന്ന് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാസ്റ്റിഡ്സ് അഥവാ ജൈവകണങ്ങൾ. ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉൾപ്പെടെയുള്ള ജൈവകണങ്ങൾ സ്വാഭാവികമായിട്ടും ജന്തുകോശത്തിൽ ആബ്സെന്റ് ആയിരിക്കും. എന്നാൽ മറ്റുള്ള ചില സെൽ ഓർഗനൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മർമ്മം, അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ഇത്തരത്തിലുള്ള കോശാംഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ സസ്യകോശത്തിൽ കാണാത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് സെൻട്രോസോമും മറ്റൊന്ന് ലൈസോസോമുമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചും വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സെൻട്രോസോം എന്നത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ്. കോശവിഭജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിലാണ്. ഓക്കെ, ഇനി എന്താണ് ലൈസോസോം? ലൈസോസോം എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദഹനരസങ്ങൾ അഥവാ ഡൈജസ്റ്റീവ് എൻസൈംസ് കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈസോസോമുകൾ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡൽ ബാഗ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇങ്ങനെയുള്ള ടേംസ് സാധാരണഗതിയിൽ PSC ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നൊക്കെയാണ്. അതുപോലെ തന്നെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതിന്റെ മലയാളവും ഓർത്തു വെക്കണം, അന്തർദ്രവ്യ ജാലിക, അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുപോലെ ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. ഇനി മൈറ്റോകോൺട്രിയയുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വെക്കാവുന്ന ഒന്നാണ് കോശത്തിന്റെ എനർജി കറൻസി ആയിട്ടുള്ള ATP. അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. അതോടൊപ്പം കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. അതും വളരെ വ്യക്തമായി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു പർട്ടിക്കുലർ പാഠഭാഗത്തിന്റെ PDF ഫയൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാവും. പ്ലീസ് ഡു ജോയിൻ ദ ചാനൽ. സോ തീർച്ചയായിട്ടും ലെക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് as well. ഈ ഒരു ലെക്ചർ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഗിവ് മി എ thumbs up. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു ലെക്ചർ ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.